ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ അണ്ടത്തിന് ഒട്ടും തന്നെ ക്വാളിറ്റി ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന 6 ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ അണ്ടത്തിന് ക്വാളിറ്റി കുറയുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പ്രഗ്നൻസി എന്ന് പറയുന്നൊരു കാര്യം ഒരുപാട് നീണ്ടു പോകുന്നത്. ചില ആളുകൾ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് എടുക്കുന്നവരുണ്ട്, ഇഞ്ചെക്ഷൻസ് എടുക്കുന്നവരുണ്ട്. അവരെല്ലാവരും തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി ഇത്രയധികം ഇഞ്ചെക്ഷൻസ് എടുത്തിട്ടും മെഡിസിൻസ് എടുത്തിട്ടും എന്തുകൊണ്ട് പ്രഗ്നൻസി ആകുന്നില്ല എന്നത്. ബാക്കി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ പലപ്പോഴും പലർക്കും ഈ പ്രഗ്നൻസി നീണ്ടു പോകുന്നത് അവരുടെ എഗ്ഗിന് ക്വാളിറ്റി കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ സാധാരണയായിട്ട് നമുക്ക് എഗ്ഗിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ട്, റിസർവ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ എഗ്ഗിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ യാതൊരു തരത്തിലുള്ള ഒരു ടെസ്റ്റ് നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ഈ ചേഞ്ചസ് മനസ്സിലാക്കുന്നത് നമ്മുടെ ബോഡിയെ മനസ്സിലാക്കിക്കൊണ്ടാണ്. ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇംബാലൻസസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലൊക്കെ ശരീരം നമുക്ക് ലക്ഷണങ്ങൾ കാണിച്ചു തരാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും അടുത്തൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിനെ തന്നെ കാണണമെന്ന് പറയുന്നത്. ഇതിലുള്ള ചേഞ്ചസ് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ പല സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് വരാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അണ്ടത്തിന് ക്വാളിറ്റി കുറവാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറച്ച് ലക്ഷണങ്ങളിലൂടെയാണ്. അതിനു മുൻപ് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒന്നാണ് ഹോർമോണൽ ഇംബാലൻസ്. എന്താണ് ഹോർമോണൽ ഇംബാലൻസസ് എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയെടുക്കണം. മനുഷ്യ ശരീരത്തിൽ ഓൾമോസ്റ്റ് 50ലധികം ഹോർമോൺസ് ഉണ്ട്. നമ്മുടെ ബോഡിയുടെ ഫങ്ഷൻസ്, ഗ്രോത്ത്, മെറ്റബോളിസം, അതുപോലെ അതിന്റെ ടെമ്പറേച്ചർ റെഗുലേഷൻസ് എന്നിങ്ങനെ പല കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും ഒക്കെ ഹോർമോൺസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോണൽ ഇംബാലൻസസ് നമുക്ക് ശരീരത്തിൽ പൊതുവെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പലരും ഹോർമോണൽ ഇംബാലൻസസ് എന്ന് പറഞ്ഞൊരു ടേമിനെ പറ്റി കേട്ടിട്ടുണ്ടാകും. നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹോർമോണൽ ഇംബാലൻസസിനെ പറ്റിയിട്ട്. ഹോർമോണൽ ഇംബാലൻസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒന്നോ അതിലധികമോ ഹോർമോൺസിന്റെ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഈ ഹോർമോണൽ ഇംബാലൻസസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഹോർമോൺ നമുക്ക് മെൻസ്ട്രേഷന്റെ ഫസ്റ്റ് ഡേ മുതൽ അടുത്ത മെൻസ്ട്രേഷൻ ആകുന്ന ദിവസം വരെ നമുക്ക് വേണ്ട ഹോർമോൺസ് ആണ്. ഇതൊരു ബാലൻസിൽ പോകുന്ന ഒന്നാണ് ഈ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് കൂടും. അപ്പോഴാണ് നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുന്നത് കേട്ടോ. ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫെർട്ടിലിറ്റിയെ അഫക്ട് ചെയ്യുന്ന ഒന്നാണ്. ഈസ്ട്രോജന് ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ അണ്ടം വളരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. പ്രൊജസ്ട്രോണ് ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ലൂട്ടിയൽ ഫേസിൽ പ്രശ്നം ഉണ്ടാകും. ഇത് കൂടി പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ഫെർട്ടിലിറ്റിയെ തന്നെ സാരമായിട്ട് അത് ബാധിക്കുകയും ചെയ്യും കേട്ടോ. ഹോർമോണൽ ഇംബാലൻസസ് എന്ന് പറഞ്ഞ് കേട്ടിട്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവന്നു കഴിഞ്ഞാലോ പ്രോപ്പറായിട്ട് മെഡിക്കേഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാലോ നമുക്ക് ഈ ഹോർമോണൽ ഇംബാലൻസസ് എന്ന് പറയുന്ന ഇഷ്യൂസിൽ നിന്ന് റിക്കവറായി പോകാനായിട്ട് സാധിക്കും. പല ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഓവറായിട്ട് നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുക, ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, പ്രോസസ്ഡ് ഫുഡ് കഴിക്കുക, ഇതെല്ലാം വരുമ്പോഴേക്കും നമ്മുടെ വെയിറ്റിൽ പ്രശ്നം ഉണ്ടാകും. ഫാറ്റ് ടിഷ്യൂസ് കൂടുതലായിട്ട് അടിഞ്ഞുകൂടും. ഇതൊക്കെ കൊണ്ടാണ് പലർക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ആ ബുദ്ധിമുട്ടുകളൊക്കെ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവന്ന് ഫാറ്റ് ഒക്കെ ഒന്ന് ലോസ് ചെയ്ത് അതുപോലെ നമ്മൾ മെഡിക്കേഷൻസ് ഡോക്ടർ പറയുന്നതൊക്കെ പ്രോപ്പറായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടിൽ നിന്നൊരു 3-4 മാസം കൊണ്ടൊക്കെ നമുക്ക് റിക്കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി എങ്ങനെയാണ് ഈ ഹോർമോണൽ ഇഷ്യൂസ് നമ്മുടെ ഫെർട്ടിലിറ്റിയെ അഫക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇറഗുലർ ആയിട്ടുള്ള ഹോർമോൺസിന്റെ പ്രവർത്തനമായി കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മെൻസ്ട്രേഷനെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിലെ എഗ്ഗ് ഗ്രോ ആകുന്നതിനും അത് റിലീസ് ആകുന്നതിനും ഒക്കെ സഹായിക്കുന്നത് ഹോർമോൺസ് ആണ്. ശരീരത്തിന് ഒരു സിഗ്നൽ കൊടുക്കുന്നതും ഹോർമോൺസ് ആണ്. നമ്മുടെ ശരീരത്തിൽ LH ഹോർമോൺ റിലീസ് ആകുമ്പോഴാണ് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് നോക്കിയിട്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ട് ഓവുലേഷൻ ആകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് പല പ്രവർത്തനങ്ങൾക്കും ശരീരത്തിന് സിഗ്നൽ കൊടുക്കുന്നത് ഹോർമോൺസ് ആണ്. അതായത് അണ്ടം വളർന്നു, അത് പൊട്ടി, അത് ഫലോപ്പിയൻ ട്യൂബിൽ എത്തി, ഫെർട്ടിലൈസേഷൻ നടന്നു, ഇംപ്ലാന്റേഷൻ നടന്നു, ഇതിനൊക്കെയുള്ള സിഗ്നൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്രെയിനിലോട്ട് എത്തിച്ചു കൊടുക്കുന്നത് ഈ ഹോർമോൺസ് ആണ്. അതിന്റെ സിഗ്നൽ കൊടുക്കുന്നതിൽ പ്രശ്നം ഉണ്ടാവുമ്പോഴേക്കും അത് നമ്മുടെ പ്രവർത്തനത്തിനെ അഫക്ട് ചെയ്യും. അങ്ങനെയാണ് ഇത് ഫെർട്ടിലിറ്റിയെ അഫക്ട് ചെയ്ത് വരുന്നത് കേട്ടോ. ഹോർമോൺസ് സിഗ്നൽ കൊടുത്തില്ലെങ്കിൽ ശരീരത്തിന് അത് മനസ്സിലാത്ത സിറ്റുവേഷൻസ് വരും, നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരും കേട്ടോ. ഇനി എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ശരീരത്തിലെ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. PCOD, നമ്മുടെ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടും നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത് കൊണ്ടുമാണ് നമുക്ക് PCOD ഉണ്ടാകുന്നത്. ഇതുണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഈസ്ട്രജൻ കൂടും, പ്രൊജസ്ട്രോൺ കുറയും. അപ്പോൾ അത് നമുക്ക് ഹോർമോണൽ ഇംബാലൻസസ് ഫെർട്ടിലിറ്റിയുടെ കേസിൽ ഉണ്ടാകും.
ഒപ്പം പ്രൊലാക്റ്റിൻ ഹോർമോണിന്റെ വ്യത്യാസം വരിക, അനോവുലേഷൻ ഉണ്ടാവുക, ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺസ്. ഇനി ഈ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല. ഇനി നമുക്ക് ആ ടോപ്പിക്കിലോട്ട് എത്താട്ടോ. ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ശരീരത്തിലെ കുറച്ച് ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും ആദ്യത്തേത് നമ്മുടെ മെൻസ്ട്രേഷനിൽ തന്നെയാണ്. മെൻസ്ട്രേഷൻ നമുക്ക് ഇറഗുലർ ആയി പോവുകയോ ബ്ലീഡിങ് നിന്ന് പോവുകയോ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകും. പലരും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു ദിവസം പീരിയഡ്സ് വരുന്നുണ്ടല്ലോ അപ്പൊ അത് റെഗുലർ ആണെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീരിയഡ്സ് എന്ന് പറയുന്നൊരു സംഗതി പലപ്പോഴും നമ്മുടെ ആ ഒരു സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു ലൈഫിനെ അഫക്ട് ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് പെയിൻ ഉണ്ടാകും, നമുക്ക് ഡിസ്കംഫേർട്ട് ഉണ്ടാകും, ചൊറിച്ചിലുണ്ടാകും, ബ്ലീഡിങ് ഉണ്ടാകും. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ അത് അഫക്ട്, നമ്മുടെ ആ ഒരു ജീവിത രീതിയെ അത് അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം ഇന്ന് വന്നല്ലോ എന്ന് വിചാരിക്കുന്നവരായിരിക്കും ചിലപ്പോൾ ഭൂരിഭാഗം സ്ത്രീകളും. പിന്നെ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത് നമ്മുടെ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്തായിരിക്കും. അതിനോടകം ആ ഒരു ഹോർമോണൽ ഇറഗുലാരിറ്റീസ് ഒക്കെ കുറച്ചങ്ങോട്ട് കൂടി പോയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ മെൻസ്ട്രേഷൻ എപ്പോഴും പ്രോപ്പർ ആയിട്ടാണോ പോകുന്നതെന്ന് തുടക്കത്തിലേ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 21-35 അതാണ് നമ്മുടെ മെൻസ്ട്രേഷന്റെ ഒരു റെഗുലർ ആയിട്ടുള്ള സൈക്കിൾ. 21-നേക്കാളും കുറവോ 35-നേക്കാളും കൂടുതലോ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രഗ്നൻസി കുറച്ചങ്ങ് നീണ്ടുപോകും. 21-നേക്കാളും കുറവാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഓവുലേഷനും അതുപോലെ ലൂട്ടിയൽ ഫേസിനും കൃത്യമായിട്ടുള്ള ഒരു ലെങ്ത് ഉണ്ടാവില്ല. ഇനി 35-നേക്കാളും കൂടുതൽ ഒരു 36-37 വരെയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഈ സൈക്കിളിലാണ് നിങ്ങൾ പോകുന്നതെങ്കിലും മസ്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 2-3 മാസം കൊണ്ടാണോ ഈ സൈക്കിളിലോട്ട് നിങ്ങൾ എത്തിയതെന്ന്. പീരിയഡ്സ് ആകുന്ന സമയം മുതൽക്ക് തന്നെ 35-36 ആണോ നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളെങ്കിൽ അതൊരു പ്രശ്നമല്ല. പക്ഷേ ഏകദേശം ഒരു 6 മാസമോ അല്ലെങ്കിൽ 5 മാസമോ ആയിട്ടുള്ളൂ ഇങ്ങനെ പീരിയഡ്സ് ആയി പോയിട്ടെങ്കിൽ അത് നിങ്ങൾ ഒരു അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു ഇഷ്യൂ ആണ് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒപ്പം പീരിയഡ്സ് നിങ്ങൾക്ക് മിസ്സായി പോകുന്നുണ്ടെങ്കിൽ, നമുക്ക് മെഡിസിൻസ് എടുത്തിട്ടേ പീരിയഡ്സ് വരുന്നുള്ളൂ എങ്കിൽ അതും നമ്മൾ ഡോക്ടറെ കണ്ട് എന്താണ് ഇതിന്റെ മെയിൻ റീസൺ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. ഈ ലക്ഷണം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാലും അണ്ടത്തിന് നമുക്ക് ക്വാളിറ്റി കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. രണ്ടാമത്തേതാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പോട്ടിങ് ഉണ്ടാവുക. സാധാരണയായിട്ട് നമുക്ക് പീരിയഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ചെറുതായിട്ട് സ്പോട്ടിങ് ഉണ്ടാകുന്നതിൽ പ്രശ്നമില്ല. പീരിയഡ്സ് ആകുന്നതിന് 1 ദിവസമോ 2 ദിവസമോ മുമ്പ് ചെറുതായിട്ട് സ്പോട്ടിങ് ഉണ്ടാകുന്നതിലും പ്രശ്നമില്ല. പക്ഷേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓവുലേഷൻ നടക്കുന്നതിന് മുൻപ് തന്നെ ബ്ലീഡിങ് പോലെ പോകുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പോട്ടിങ് ഉണ്ടാവുന്നു, പിന്നെ പീരിയഡ്സിന് മുമ്പ് സ്പോട്ടിങ് ഉണ്ടാവുന്നു, അങ്ങനെ സ്പോട്ടിങ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ നിങ്ങളുടെ അണ്ടത്തിന്റെ ക്വാളിറ്റി കുറയാനായിട്ട് കാരണമാകും. കാരണം കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്നില്ല, അണ്ടം പ്രോപ്പറായിട്ട് വളരുന്നില്ല. അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള സ്പോട്ടിങ് ഉണ്ടാവുന്നത്. അത് ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ പീരിയഡ്സ് ഭയങ്കര ഹെവി ആയിട്ട് ബ്ലീഡിങ് പോവുകയും ഭയങ്കരമായിട്ട് വേദന ഉണ്ടാവുകയും ചെയ്യുക. നമുക്ക് സാധാരണയായിട്ട് പീരിയഡ്സിന്റെ വേദന പല സ്ത്രീകൾക്കും ഉണ്ടാകുന്നതാണ്. കുറച്ചു നേരം ഒന്ന് ചൂട് വെച്ച് കഴിഞ്ഞാലോ ഒന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പലർക്കും ആ വേദന കുറയാറുണ്ട്. പക്ഷെ ഒരു പെയിൻ കില്ലറിനെ ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു വേദന കുറയുന്നുള്ളൂ എങ്കിൽ അതൊരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഒരു സൈക്കിൾ അല്ല, ഹെൽത്തി ആയിട്ടുള്ള ഒരു പീരിയഡ്സും അല്ല. അങ്ങനെ പീരിയഡ്സ് പോകുന്നവർക്കും ഇതുപോലെ എഗ്ഗിന്റെ ക്വാളിറ്റിയെ അത് അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. എഗ്ഗ് പ്രോപ്പർ ആയിട്ട് വളരാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകും. ചിലപ്പോൾ നമുക്ക് ഓവറീസിൽ എന്തെങ്കിലും സിസ്റ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ യൂട്രസിൽ എന്തെങ്കിലും ഫൈബ്രോയിഡ് ഉണ്ടാകും. ഈ എല്ലാ ഹോർമോൺ പ്രവർത്തനങ്ങളെയും അഫക്ട് ചെയ്യുന്നത് കൊണ്ട് ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടോ അത് ക്വാളിറ്റിയോടുകൂടി അണ്ടം വളരാൻ വേണ്ടിയിട്ടോ അത് നല്ല രീതിയിൽ പൊട്ടാൻ വേണ്ടിയിട്ടോ ഉള്ളൊരു സാഹചര്യം ശരീരത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഹെവി ആയിട്ട് വേദന വരുന്നുണ്ടെങ്കിലോ ഭയങ്കരമായിട്ടും ബ്ലീഡിങ് പോകുന്നുണ്ടെങ്കിലോ നിങ്ങൾ ശ്രദ്ധിക്കണം. സാധാരണയായിട്ട് പലരുടെയും മെൻസ്ട്രൽ സൈക്കിളിന്റെ ആ ഒരു ഡേയ്സ് എന്ന് പറയുന്നത് 7 days ആയിരിക്കും. ഇതിൽ ഓൾമോസ്റ്റ് ഒരു 5th day ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ബ്ലീഡിങ് നിൽക്കാറാണ് പതിവ്. ഇനി മാക്സിമം നിങ്ങൾക്ക് 7 days പോകുന്നുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. 7ൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് പോകുന്നു, അതുപോലെ ഒരു 15 ml അത്രയും കൂടുതൽ ബ്ലഡ് നിങ്ങൾക്ക് ദിവസവും പോകുന്നുണ്ടെങ്കിൽ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് നിങ്ങൾ ഡോക്ടറോട് പറയണം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കണം കേട്ടോ. അടുത്ത് നമുക്ക് അണ്ടത്തിന്റെ ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത്. അത് നമ്മുടെ ഫേസിലാണെങ്കിലും നെക്കിലാണെങ്കിലും ചെസ്റ്റിലാണെങ്കിലും ഒക്കെ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഈ സിംറ്റംസ് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം PCOD ഉള്ള ആളുകൾക്കും തുടർച്ചയായിട്ട് കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്. അതുപോലെ തന്നെ നമുക്ക് ഈ ചുണ്ടിന്റെ മുകളിലായിട്ട് മീശ പോലെയൊക്കെ എന്ന് പറഞ്ഞ് നമ്മൾ ചിലരെ കളിയാക്കില്ലേ, അതെല്ലാം ഈ ഹോർമോണൽ ഇഷ്യൂസ് നമുക്ക് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാകുന്നവർക്ക് എഗ്ഗ് ഗ്രോ ആകാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യുക. ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ പറയുന്നില്ലേ എന്താണ് ഇത്രയും കഴിക്കുന്നത് നമ്മൾ ചോദിക്കാറില്ലേ, പക്ഷെ അവർ കഴിച്ചിട്ടായിരിക്കില്ല വണ്ണം വെക്കുന്നത്. പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വണ്ണം വെച്ച് പോകുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാതെ തന്നെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഹോർമോണൽ ഇഷ്യൂസ് നമുക്ക് ശരീരത്തിൽ ഉള്ളത് കൊണ്ടായിരിക്കും. അതും നമ്മൾ കണ്ടുപിടിച്ച് പരിഹരിക്കണം.
ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണ് നമുക്ക് വെയിറ്റ് കൂടുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതൊരു കാര്യം നിങ്ങളോട് ഡോക്ടറോട് പറയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇഷ്യൂസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. PCOD ഉള്ള ആളുകൾക്കാണെങ്കിലും തൈറോയ്ഡ് കൂടുതലുള്ള ആളുകൾക്കാണെങ്കിലും കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്കാണെങ്കിലും വണ്ണം വെക്കാനായിട്ട് ചാൻസ് ഭയങ്കര കൂടുതലാണ്. അത് അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക. ഒപ്പം ഹെൽത്തി ആയിട്ട് നിങ്ങൾ എക്സസൈസുകൾ ചെയ്യാനായിട്ടും വെയിറ്റ് ലോസ് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഉയരത്തിനനുസരിച്ചിട്ട് എത്രയാണോ നിങ്ങൾക്ക് ശരീരഭാരം വേണ്ടത് അത്രയുമായിട്ട് നിങ്ങൾ ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ ഡയറിയോ ഉണ്ടാവുക. ഇത് രണ്ടും നമുക്ക് സംഭവിക്കുന്നത് സാധാരണയായിട്ട് നമുക്ക് പീരിയഡ്സ് പോകുന്ന ആ ഒരു നമുക്ക് മോഷൻ പോകുന്ന ആ ഒരു സമയത്ത് നോർമലായിട്ട് വേണം നമുക്ക് മോഷൻ പോകാൻ വേണ്ടിയിട്ട്. ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് മോഷൻ പോകുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് നമുക്ക് ശരീരത്തിൽ ഡൈജഷനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വിട്ടുപോലെ അങ്ങോട്ട് ഡയറി ആയിട്ട് ലൂസ് മോഷൻ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതും നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ശരീരത്തിൽ ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കും. അപ്പോൾ എന്താണോ റീസൺ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റിപ്പേഷനോ കണ്ടിന്യൂസ് ആയിട്ട് ഡയറിയോ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടായിരിക്കും. അതും നമ്മുടെ അണ്ടത്തിന്റെ ക്വാളിറ്റിയെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആ എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിക്കുന്ന ബെനിഫിറ്റുകളൊന്നും ശരീരത്തിലോട്ട് എത്തില്ല. അതിന്റെ ഭാഗമായിട്ടും അണ്ടത്തിന് വളരാൻ വേണ്ടിയിട്ടുള്ള ഒന്നും ശരീരത്തിലോട്ട് കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെയുള്ളവർക്കും എഗ്ഗിന്റെ ക്വാളിറ്റി നന്നായിട്ട് കുറയാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് സ്ത്രീകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. പുരുഷന്മാരിൽ അങ്ങനെ ഹോർമോണൽ ഇംബാലൻസസ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കാണാറില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർക്കുണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അവരിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്, സ്പേമിന്റെ കൗണ്ട് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്, ബോഡിയിൽ ഹെയർ ഗ്രോത്ത് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ അവർക്ക് അവരുടെ ചെസ്റ്റിൽ വേദന ഇടക്കിടക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ഹെയർ തിന്നായി പോകുന്നതിനും ഹെയർ ലോസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നതിനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ചില പുരുഷന്മാർക്ക് മീശയും താടിയൊന്നും അങ്ങനെ വളരാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ള ആളുകളും എന്തുകൊണ്ടാണ് ഈ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഹെയർ ലോസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിന് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എഗ്ഗിന്റെ ക്വാളിറ്റി എവിടെയൊക്കെയാണ് കുറയുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ടൊരു ബ്ലഡ് ടെസ്റ്റ് നടത്തി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചില ആളുകൾ നമ്മുടെ ചാനലിൽ വന്ന് പറയുന്നുണ്ട്, ചേച്ചി ഡോക്ടറെ കണ്ടു, ഹോർമോൺസിന്റെ ഇഷ്യൂസ് കൊണ്ടാണ് പീരിയഡ്സിന്റെ ബുദ്ധിമുട്ടുണ്ടാവുന്നത്, പ്രഗ്നന്റ് ആകാത്തെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കണം എന്താണ് ശരിക്കുമുള്ള പ്രശ്നം, എവിടെയാണ് ഇംബാലൻസ് വന്നത്, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് പ്രഗ്നൻസി കിട്ടും. PCOD ഉണ്ടെങ്കിലോ തൈറോയ്ഡ് ഉണ്ടെങ്കിലോ ഒക്കെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അതുകൊണ്ട് അതെല്ലാം എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒട്ടും ഡെസ്പ് ആകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കുറയ്ക്കുക. PCODയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഡയറ്റും എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് നിങ്ങൾക്ക് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.